ഞാൻ ഓർമ്മിക്കുന്നൊരു സംഭവം നിങ്ങളോട് പറയാം. നല്ല ഒരു മനുഷ്യനുണ്ട്. എന്തു കാര്യത്തിന് പോകുന്നതിന് മുമ്പും അദ്ദേഹം പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മ ദൈവഭയമുള്ള അമ്മയാണ്. ബന്ധുക്കളും മിത്രങ്ങളെല്ലാം പറഞ്ഞ് നീ അമേരിക്കയിലേക്ക് പോ, നീ ഓസ്ട്രേലിയയിലേക്ക് പോ, നീ കാനഡയ്ക്ക് പോ എന്നൊക്കെ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പോയാൽ നല്ല ശമ്പളം, നല്ല ജോലി എല്ലാം ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്ന് ദൈവരാജ്യ വേല ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, അദ്ദേഹത്തിൻ്റെ അപ്പൻ, അമ്മ എല്ലാവരും കൂടെ മലയാറ്റൂർ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വേറെ ലോറി ആയിട്ട് കൂട്ടിയിടിച്ച് ഓൺ ദ സ്പോട്ടിൽ അപ്പം മരിച്ചു, അമ്മ മരിച്ചു. പിന്നെ ഭാര്യ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ നാവ് മുറിഞ്ഞു പോയി. ഇദ്ദേഹം പല കുത്തുവാക്കുകൾ കേൾക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് നടന്നാണ്. ദൈവത്തിന് ഇയാളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ? ഇവൻ്റെ പ്രാർത്ഥന ഇവനെ രക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ദൈവത്തിൻ്റെ വിളി നമുക്ക് നിസ്സാരമായി കണക്കാക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ കർത്താവിൽ നിന്നോ സമർപ്പണത്തിൽ നിന്നോ ഞാൻ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായും കർത്താവിനെ സമർപ്പിക്കുകയാണ്. നമ്മൾ മരിക്കുന്നത് വരെ വിശ്വാസത്തിന് എതിരായ കഠിന പരീക്ഷണങ്ങളുണ്ടാവും. മൂശയിൽ ഉരുക്കുന്ന സ്വർണം പോലെ, അഗ്നിയിൽ ഉരുക്കുന്ന സ്വർണം പോലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ടെസ്റ്റ് ചെയ്യപ്പെടും. പരീക്ഷണത്തെ അതിജീവിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഈശോയുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഓർമ്മിക്കുന്നൊരു സംഭവം നിങ്ങളോട് പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക വർഷങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്ത നല്ല ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അപ്പൻ 100% എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം മാത്രം, എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തോട് ആലോചന ചോദിക്കും. അതിന് ശേഷമേ അദ്ദേഹം ചെയ്യുള്ളൂ. എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പും അദ്ദേഹം പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മ ദൈവഭയമുള്ള അമ്മയാണ്. അമ്മ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. മക്കളുടെ കാര്യം വരുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ അപ്പനും അമ്മയ്ക്കും 2-3 മക്കളുണ്ട്. അതിൽ ആൺകുട്ടിയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം BSc കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ക്വാളിഫൈഡായി, ഭയങ്കരമായിട്ട് ക്വാളിഫൈഡ്. അട്ടപ്പാടിയിലാണ്, നന്നായിട്ട് ക്വാളിഫൈഡായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ധ്യാനം കൂടി. ധ്യാനത്തിൽ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ജീവിതം അനേകം ആളുകൾക്ക് വിശ്വാസത്തിൽ വളരാനുള്ള ഒരു ജീവിതമായിട്ട് സമർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ചെറുപ്പക്കാരൻ 100% അവിടെ ഒരു 6 മാസമൊക്കെ പ്രാർത്ഥിച്ചു, ഡിസേൺമെൻ്റ് എടുത്തു. അങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ എൻ്റെ കൂടെ രാത്രി പകലില്ലാതെ 100% കഠിനാധ്വാനം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് കർത്താവ് യേശു മാത്രം, വേറെ ഒന്നുമില്ല. ബന്ധുക്കളും മിത്രങ്ങളെല്ലാം പറഞ്ഞ് നീ അമേരിക്കയിലേക്ക് പോ, നീ ഓസ്ട്രേലിയയിലേക്ക് പോ, നീ കാനഡയ്ക്ക് പോ എന്നൊക്കെ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പോയാൽ നല്ല ശമ്പളം, നല്ല ജോലി എല്ലാം ഉറപ്പാണ്. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ വീട്ടിലെ ഏക മകനാണ്, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ദൈവരാജ്യ വേല ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ധ്യാനകേന്ദ്രത്തിൽ വന്നാൽ അത് ഏറ്റവും ചെറിയ ശുശ്രൂഷകൻ്റെ ആ ഒരു ആനുകൂല്യം മാത്രമേ വിനിയോഗിക്കൂ. ഒരു ആനുകൂല്യം അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും പുറകിൽ സീറ്റാണെങ്കിൽ അതേ ഇരിക്കുകയുള്ളൂ. പക്ഷേ നല്ല ക്വാളിഫൈഡാണ്, നല്ല കൃപയുണ്ട്, നല്ല ശുശ്രൂഷകൻ, മാതൃകാ ശുശ്രൂഷകൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മലയാറ്റൂരിന് ഇവരെല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ചു. എല്ലാ വർഷവും പോകും, തീർത്ഥാടനം നടത്തും. അത് ദണ്ഡമോചനം നേടാനും അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുടുംബത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പാപപരിഹാരത്തിന് വേണ്ടി പോകുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, അദ്ദേഹത്തിൻ്റെ അപ്പൻ, അമ്മ എല്ലാവരും കൂടെ മലയാറ്റൂർ പോയി തിരിച്ചു വരുന്ന വഴിക്ക് വേറെ ലോറി ആയിട്ട് കൂട്ടിയിടിച്ച് ഓൺ ദ സ്പോട്ടിൽ അപ്പം മരിച്ചു, അമ്മ മരിച്ചു. പിന്നെ ഭാര്യ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. പിന്നെ 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ഇദ്ദേഹവും പരിക്കേറ്റു. ഭയങ്കര വലിയൊരു ആക്സിഡൻറ്റ്. ഇദ്ദേഹത്തിൻ്റെ നാവ് മുറിഞ്ഞു പോയി. അദ്ദേഹം സ്തുതിക്കുകയായിരുന്നു, യേശുവെന്ന് വിളിച്ചതായിരിക്കും. നാവ് മുറിഞ്ഞു പോയി. ആശുപത്രിയിൽ എല്ലാവരെയും ആരൊക്കെ എത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അപ്പോൾ അപ്പം മരിച്ചു, അമ്മ മരിച്ചു എന്നെല്ലാവർക്കും മനസ്സിലായി. ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് മനസ്സിലായി ഭാര്യ ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്നറിഞ്ഞുകൂടാ. കുട്ടികൾ അത്യാസന്ന നിലയിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാൻ പാടില്ല. ഇദ്ദേഹം അവിടെ കിടക്കുക. ഇദ്ദേഹത്തിൻ്റെ നാവ് മുറിഞ്ഞും പോയി. അപ്പോൾ ഇദ്ദേഹം പല കുത്തുവാക്കുകൾ കേൾക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് നടന്നാണ്. ദൈവത്തിന് ഇയാളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ? ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടി ഇപ്പം എന്തായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുവാക്കുകൾ പല എല്ലാ ബന്ധുക്കളും വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ നെഗറ്റീവ്. ഇവൻ്റെ പ്രാർത്ഥന ഇവനെ രക്ഷിച്ചില്ലല്ലോ. ഇവൻ്റെ ശുശ്രൂഷ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ കേൾക്കുകയാണ്. എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരുന്ന ആവാണല്ലോ, അത് മുറിഞ്ഞു കിടക്കുകയാണല്ലോ. അതൊന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയില്ലേ? ഇങ്ങനെയൊക്കെ ദൈവത്തെ ദുഷിക്കുകയാണ് പലരും. പ്രിയപ്പെട്ട സഹോദരരെല്ലാം കേട്ട് ഇദ്ദേഹം കിടക്കുകയാണ് ആശുപത്രിയിൽ. ആ സമയത്ത് എന്നോട് ചിലർ പറഞ്ഞു, അച്ഛൻ പോയി പറഞ്ഞ് അപ്പം മരിച്ചു അമ്മ മരിച്ചു എന്നൊക്കെ ഈ മകനെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് കാര്യത്തിൻ്റെ ഗൗരവം. അപ്പോഴും അദ്ദേഹം സ്തുതിക്കുകയാണ്. അദ്ദേഹം പറയാം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം പറഞ്ഞു, അച്ഛാ അപകടം ഉണ്ടായി, പിന്നെ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു എല്ലാവരും മരിച്ചു, അല്ല ഇതൊക്കെ അറിയാം, അത് പറയാൻ വേണ്ടി അച്ഛൻ വന്നെന്നും അറിയാം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല അച്ഛൻ എന്ന് പറഞ്ഞു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവ തിരുനാമം മഹത്വം. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ദൈവ തിരുനാമം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ മൃതസംസ്കാരം ഒരേ ഇതിൽ തന്നെ കുഴിയിൽ തന്നെ 2 പേര് അപ്പനെ അമ്മേനെ വെക്കുകയാണ്. ഭാര്യയും മക്കളെല്ലാം അപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അദ്ദേഹം മാത്രം ഇതിനകത്ത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വീട്ടിലുണ്ട്. അപ്പോൾ ഫ്യൂണറലിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ദൈവത്തിൽ ആശ്രയം മാത്രമേ ഉള്ളൂ. ദൈവം വഴി നടത്തും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്ഞ്ഞ് വേറെ ആരുമില്ല, ഇനി വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ മാത്രം നിന്നാൽ മതി, ഇനി ഏട്ടൻ വല്ലതും തിരിയണ്ട. ഭാര്യ പിന്നെ തിരിച്ചു വന്നു, ഭാര്യ രക്ഷപ്പെട്ടു, മക്കൾ രക്ഷപ്പെട്ടു, തിരിച്ചു വന്നു. പിന്നെ ഒരുവിധ ആരോഗ്യത്തിലേക്കൊക്കെ വന്നു കുറച്ച് മാസങ്ങൾ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്നൊക്കെ വിരമിച്ച് മുഴുവൻ സമയം വീട്ടിലെ കാര്യം നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ദൈവത്തിൻ്റെ വിളി നമുക്ക് നിസ്സാരമായി കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലെ കാര്യം നോക്കും. വീട്ടിലെ കാര്യം നോക്കിയിട്ട് ബാക്കി കിട്ടുന്ന സമയം ഞാൻ കർത്താവിന് വേണ്ടി തന്നെ ഞാൻ ജീവാർപ്പണം ചെയ്യും. ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സമർപ്പണത്തിൽ നിന്നോ ഞാൻ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായും കർത്താവിന് സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ ജീവിതം എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന സമയത്ത് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6 തൊട്ട് 8 വരെ വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധപ്പെടുകയാണ്. പത്രോസിലേക്ക് 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ മരിക്കുന്നത് വരെ വിശ്വാസത്തിന് എതിരായ കഠിന പരീക്ഷണങ്ങളുണ്ടാവും. എന്തു തന്നെ സംഭവിച്ചാലും അതിൻ്റെ നെറ്റ് റിസൾട്ട് നീ പ്രാർത്ഥന ഉപേക്ഷിക്കുക, നീ ശുശ്രൂഷ ഉപേക്ഷിക്കുക, നീ ദൈവത്തെ ഉപേക്ഷിക്കുക, നീ ഇത്ര എക്സ്ട്രീമായിട്ട് പോകണ്ട, നീ നോർമലായി ജീവിക്കുക, നീ മറ്റുള്ളവരെ പോലെ ജീവിക്കുക. നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ബൈബിൾ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്നത്? നീ എന്തിനാണ് എപ്പോഴും ഈ ധ്യാനം കൂടാൻ പോകുന്നത്? നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിനക്ക് മറ്റുള്ളവരെ പോലെ ജീവിച്ചുകൂടെ? നിന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി മരിക്കുന്നത് വരെ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. അത് ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ വരാം, അത് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിലൂടെ വരാം, സഭയിലെ സംഭവങ്ങളിലൂടെ വരാം, വ്യക്തിപരമായ പാപത്തിൻ്റെയും ബലഹീനതയുടെയും മേഖലകളിലൂടെ വരാം. അത് അനേകായിരം വഴികളിലൂടെ അത് അനുദിനം നിന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിച്ചു നോക്കിക്കേ, 1 പത്രോസ് 1-ാം അധ്യായം 6 തൊട്ട് 8 വരെ വാക്യങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷണങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നു. മാനുഷികമായ ഒരു വ്യസനം,
ഒരു പ്രയാസം, ഒരു മനപ്രയാസം, സങ്കടമൊക്കെ ചിലപ്പോൾ കുറച്ച് നേരത്തിന് ഉണ്ടാകാം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷണങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. ഞാൻ ആ ശുശ്രൂഷകനെ കണ്ടപ്പോൾ ആ ശുശ്രൂഷകന് സന്തോഷമാണ്. ആ ശുശ്രൂഷകൻ കരയുന്നില്ല, ആ ശുശ്രൂഷകൻ ദുഷിക്കുന്നില്ല, ആ ശുശ്രൂഷകൻ മനസ്സിടിഞ്ഞിരിക്കുന്നില്ല, ആ വല്ലുവായിൽ കാറി മറ്റുള്ളവർക്കും കൂടെ നിരാശ വരുത്തുന്ന പോലെയുള്ള പെരുമാറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ ശുശ്രൂഷകൻ ശാന്തനായി, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല, ദൈവം അംഗീകരിച്ചത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഐ ആം ഹാപ്പി. അദ്ദേഹം ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ശുശ്രൂഷകരിൽ, സമർപ്പിതരിൽ കാണാൻ പറ്റാത്ത ഒരു ശാന്തത ഞാൻ കാണുകയാണ്. പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ, അത് ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ തകർച്ച എന്നതിനേക്കാൾ അത് വിശ്വാസത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സന്ദർഭം കൂടെ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആത്മാവിൽ ആനന്ദിച്ച്, പെരുമാറ്റത്തിൽ ശാന്തതയോടെ, വാക്കുകളിൽ സംയമനത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ആത്മീയ പരിജ്ഞാനം ഉണ്ടാകണം. വിവിധ പരീക്ഷണങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ. അടുത്തത്, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായി എന്ന് പറഞ്ഞാൽ, മൂശയിൽ ഉരുക്കുന്ന സ്വർണം പോലെ, അഗ്നിയിൽ ഉരുക്കുന്ന സ്വർണം പോലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ടെസ്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ വിശ്വാസ ജീവിതം it will be tested in the furnace of humiliations, in the furnace of suffering, in the furnace of pain and tribulations. വേദനയുടെ ഫർണസ് എന്ന് പറഞ്ഞാൽ വലിയ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഇരുമ്പ് ഉരുക്കുന്ന ഫർണസ് ഇല്ലേ, 1500 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാണ്. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ കഞ്ഞി തിളയ്ക്കുന്നത്. അതല്ല, 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടൊക്കെ ഉള്ളതാണ് ഫർണസ്. ചൂള സഹനത്തിൻ്റെ ചൂളയിൽ വിശ്വാസ ജീവിതം ടെസ്റ്റ് ചെയ്യപ്പെടും. The accepted will be tested in the furnace of humiliations. സഹനത്തിൻ്റെ ചൂളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പിത ജീവിതം, പൗരോഹിത്യ ജീവിതം, വിശ്വാസ ജീവിതം, ശുശ്രൂഷ ജീവിതം പരീക്ഷിക്കപ്പെടും, ടെസ്റ്റ് ചെയ്യപ്പെടും. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വർണം ഉരച്ചു നോക്കുന്നത് പോലെ, ഗോൾഡ് സ്മിത്ത് സ്വർണം ഉരച്ചു നോക്കുന്ന പോലെ, തട്ടാൻ ഒരു സ്വർണം കിട്ടിയാൽ അത് ഉരച്ച് തനി തങ്കമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരകല്ലിൽ ഉരച്ചു നോക്കും. വലിയ സഹനത്തിൻ്റെ ചൂളയിലാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ആ വചനം ഒന്നും കൂടെ വായിച്ചേ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം തിളങ്ങുന്നത് പോലെ ആയിരിക്കും പരീക്ഷണത്തെ അതിജീവിക്കുന്ന വിശ്വാസം തിളങ്ങണത്. നശ്വരമായി ഈ അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ തിളക്കമുള്ളതായിരിക്കും പരീക്ഷണത്തെ അതിജീവിക്കുന്ന വിശ്വാസം. ഈ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഈശോയുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അടുത്ത വാക്യം അതാണ്. 8ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. അത് യേശു ക്രിസ്തുവിന്റെ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച ഈ വിശ്വാസമാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായി പരിണമിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ദ ക്രൗൺ ഓഫ് ഗ്ലോറി, ദ ക്രൗൺ ഓഫ് പ്രൈസ്, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശ്വാസം ഈ അഗ്നിശോധനയിൽ, ഈ സഹനത്തിൻ്റെ ചൂളയിൽ വിശ്വാസം പരീക്ഷിക്കപ്പെടണം.
അതുകൊണ്ട് ആ ശുശ്രൂഷകൻ ആ പരീക്ഷണത്തിൽ ആഹ്ലാദിച്ച് നിൽക്കുകയാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയില്ല, പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയി. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും, ഞാൻ നാവ് മുറിഞ്ഞ് കിടക്കുക, എല്ലാവരും അപമാനിക്കുന്നവർ, ഞാൻ ഇനിയും സ്തുതിക്കും. അദ്ദേഹം ഇപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുക. കർത്താവിന് ഒന്നാം സ്ഥാനം, പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം, ശുശ്രൂഷയ്ക്ക് ഒന്നാം സ്ഥാനം. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.